കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുംഭമേള മഹോത്സവത്തിനെത്തി. രാവിലെ തവനൂർ വേദിയിലെത്തിയ സുരേഷ് ഗോപി മഹാഗണപതി ഹോമത്തിൽ പങ്കാളിയായി. ദക്ഷിണ ഭാരതത്തിന്റെ ആധ്യാത്മിക തലസ്ഥാനമായി തിരുനാവായ വരും വർഷങ്ങളിൽ മാറുമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. രാവിലെ 6 മണിയോടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തവനൂർ മഹോത്സവം നടക്കുന്ന വേദിയിലെത്തിയത്. 6:30 ഗണപതി ഹോമം ആരംഭിച്ചു. 2 മണിക്കൂർ നീണ്ട ഗണപതി ഹോമത്തിൽ പൂർണ്ണ സമയവും കേന്ദ്രമന്ത്രി ചിലവഴിച്ചു. സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനി ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരഹൃദാം സർവസമ്പത്പ്രദാത്രീം. ഒരു കുംഭമേള കേരളത്തിൽ തിരുനാവായയിൽ നടക്കുമ്പോൾ മലപ്പുറം ജില്ലയടക്കം മറ്റ് 13 ജില്ലകൾ, അതുപോലെ തന്നെ ദക്ഷിണ ഭാരതത്തിലെ 5 സംസ്ഥാനങ്ങളുടെ ഒരു സാംസ്കാരിക തലസ്ഥാനമായി ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഭാരതത്തിൽ ദക്ഷിണ ഭാരത സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന പട്ടമാണ് കേരളത്തിന് നിളയ്ക്കും ചാർത്തിക്കിട്ടുന്നത്. ഇതിൻ്റെ മഹത്വം, ഇതിലെ ആരാധനാക്രമങ്ങളിലെ കൃത്യത, അതിൻ്റെ ശുദ്ധി, ഫോക്കസ്, അതുകൊണ്ട് അനുഗ്രഹമായി ഇനി ട്രാൻസാക്ട് ചെയ്ത് വരുമ്പോൾ ആധ്യാത്മിക തലസ്ഥാനം കൂടിയായി വരും വർഷങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. മാഘമക മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി മാത്രമാണ് കേന്ദ്രമന്ത്രി ഡൽഹിയിൽ നിന്ന് തവനൂരിൽ എത്തിയത്. മഹാമക മഹോത്സവം തിരുനാവായയിലും തവനൂരിലും സംഘടിപ്പിച്ചതോടെ ലക്ഷക്കണക്കിന് പേരാണ് ഇവിടേക്ക് എത്തുന്നത്. മാഘമഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ നീള ആരതി വീക്ഷിക്കാനും നീള സ്നാനത്തിനുമാണ് കൂടുതൽ പേരും എത്തുന്നത്. ഓരോ ദിവസവും പ്രത്യേക പൂജകളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ക്യാമറാമാൻ PR മനൂപിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.